ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ നന്ദ ഗോപർത്താൻ ഗോപരോടൊത്ത് സംഭാരങ്ങൾ ഒരുക്കി തുടങ്ങി. കണ്ണൻ കണ്ടതി വിസ്മയം പൂണ്ടു. നന്ദഗോപരോടായി ചോദിച്ചു, എന്തിനച്ചവൊരുക്കങ്ങളൊക്കെ, എന്തു വിശേഷമാണിന്നിവിടെ? ഉണ്ണി ഇന്ദ്രന് യാഗം നടത്താൻ ഇന്നിയൊരുക്കങ്ങൾ ചെയ്വൂ ഞങ്ങൾ. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. എല്ലാം അറിയുന്ന സാക്ഷാൽ പരബ്രഹ്മം ഒന്നുമറിയാത്ത പോലെ ചോദിച്ചു, ഇന്ദ്രൻ എന്തിനായി യാഗം ചെയ്യുന്നു? ചെമ്മേ ചൊന്നിടൂ എന്നോടന്നച്ച. ഇന്ദ്രനല്ലോ മഴ തരുന്നു, നമുക്കിന്ദ്രദേവൻ്റെ പ്രീതി ലഭിക്കണം. ഇന്ദ്രൻ കോപിച്ചാൽ മഴയുണ്ടാവില്ല, സസ്യങ്ങൾക്ക് ജലം കിട്ടുകില്ല. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. സസ്യങ്ങളെല്ലാം ഉണങ്ങിപ്പോയിടിൽ, നമുക്കും ഗോക്കൾക്കും ഭക്ഷണം കിട്ടില്ല. ഇന്ദ്രദേവനെ പ്രീതിപ്പെടുത്താൻ യാഗം ചെയ്യുക വേണമെന്നുണ്ണി. ഇന്ദ്രദേവൻ അഹങ്കാരം തീർപ്പാൻ ഉണ്ണിയൊന്നുറപ്പിച്ചു തന്നുള്ളിൽ. അച്ഛ, ഇന്ദ്രനല്ല മഴ തരുന്നത്, ഗോവർദ്ധന പർവ്വതമാണ്. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. ഗോവർദ്ധനത്തെ പൂജിക്കെല്ലാരും ഈ കാണും ദ്രവ്യങ്ങൾ കൊണ്ടു തന്നെ. പരിപ്പ് വേണം, പായസം വേണം, മധുര പലഹാരം സംയാവം വേണം, നെയ്യപ്പം വേണം, മുറുക്ക് വേണം, പാലും തൈരും നന്നായി വേണം. ഇങ്ങനെ പലവിധം സാധനങ്ങൾ ഉണ്ടാക്കുവിൻ ഗിരി പൂജക്കായി. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. വേദജ്ഞരായ ബ്രാഹ്മണരെ കൊണ്ട് യാഗാഗ്നികൾ ഉജ്ജ്വലിപ്പിക്കണം. വേണ്ടതുപോലെ ദക്ഷിണ ചെയ്യണം, സർവർക്കും അന്നദാനം ചെയ്യണം. പശുക്കൾക്ക് പച്ച പുല്ലു കൊടുക്കണം, ഗോവർദ്ധനത്തിന് നൈവേദ്യം നൽകണം. എല്ലാവരും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞിടണം. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. ഭക്ഷണശേഷം ചന്ദനം മുതലായ നല്ല കൂറിക്കൂട്ട് ചാർത്തിയിടേണം. പശുക്കളെയും ബ്രാഹ്മണരെയും
ഭക്തിപൂർവം പ്രദക്ഷിണം ചെയ്യണം. ഗോവർദ്ധനത്തെയും യാഗാഗ്നിയെയും എല്ലാവരും പ്രദക്ഷിണം ചെയ്തിടുവിൻ. ശ്രീകൃഷ്ണൻ പറഞ്ഞ പ്രകാരമെല്ലാവരും ഗോവർദ്ധനത്തിനു പൂജ ചെയ്തു. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. ഗോവർദ്ധനം തന്നെ ദൈവമെന്നുള്ളൊരു വിശ്വാസം അവരിലുണ്ടാക്കുവാനായി കൃഷ്ണൻ പർവ്വതരൂപമെടുത്തു ഭക്ഷിച്ചു നൽകിയ നൈവേദ്യങ്ങൾ ഗോപന്മാരോടൊത്തു ചേർന്ന് നൂതനമാകും തൻ രൂപത്തിനെ കൃഷ്ണനും കൂടെ നമസ്കരിച്ചു. കൃഷ്ണനും കൂടെ നമസ്കരിച്ചു. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. കണ്ണൻ ചൊന്നിതെല്ലാവരോടും പ്രത്യക്ഷ രൂപം ധരിച്ചു വന്ന ഗോവർദ്ധനത്തെ കണ്ടിടുവിൻ. ഗോവർദ്ധനത്തെ കൂപ്പിടുവിൻ. നമ്മൾ നൽകിയ നൈവേദ്യമെല്ലാം ഭക്ഷിച്ചു നമ്മെ അനുഗ്രഹിച്ചു. ഇന്ദ്രൻ ഇതുപോലെ മുമ്പെങ്ങാനും നമ്മുടെ നൈവേദ്യം സ്വീകരിച്ചോ? ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. എന്നുര ചെയ്ത ശ്രീകൃഷ്ണനും താൻ പ്രകാശിപ്പിച്ച രൂപത്തിനെ ഗോപന്മാരൊത്ത് നമസ്കരിച്ചു. ഗോപന്മാരൊത്ത് നമസ്കരിച്ചു. ബ്രാഹ്മണരെയും പശുക്കളെയും പിന്നെ ഗോവർദ്ധനത്തെയും പ്രീതിപ്പെടുത്തി. ഇങ്ങനെ യാഗം ചെയ്ത ശേഷം ഗോകുലത്തിലേക്ക് പോയെല്ലാരും. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ.